പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നീർദോശയും ചിക്കൻ വറുത്തരച്ച കറിയും ഉണ്ടാക്കിയാലോ. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇന്ന് രാവിലെ 6 മണിയായി. 6 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വെളിച്ചൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. തേങ്ങ വറുത്തരച്ച ഒരു കോഴിക്കറിയും ഒരു നീർദോശയാണ് ഇന്നത്തെ റെസിപ്പി. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇത് നമ്മൾ നാടൻ കോഴിയിലാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് അധികമായിരിക്കും. പക്ഷേ നാടൻ കോഴി കിട്ടിയില്ല. ഇന്നലെ ന്യൂ ഇയർ ആയതുകൊണ്ട് ഭയങ്കര വിലയായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ നാടൻ കോഴി ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് എനിക്ക് തേങ്ങ വേണം. കാരണം നമുക്ക് ഇതിൽ റൈസിനും ദോശക്കരക്കാനും തേങ്ങ വേണം, മറ്റേ വറുത്തരക്കാനും തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ഞാൻ പൊട്ടിക്കുകയാണ്. എൻ്റെ വെള്ളം കുടിച്ച് നോക്കുമ്പോൾ വെള്ളം ടേസ്റ്റ് ഇല്ല കേട്ടോ, എന്തോ ഒരു മാതിരി ഇരിക്കുന്നത്. അപ്പം തേങ്ങ ചിരട്ടി നമുക്ക് ഞാനൊരു 2 കപ്പ് അരിക്ക് ഒരു വലിയ സ്പൂണ് തേങ്ങയും ചോറും പിന്നെ ഒരു പിടി തേങ്ങയും ഉപ്പും ഇട്ടിട്ടാണ് അരക്കുന്നത്. ഈ ചോറ് ഇടുമ്പം കുറച്ച് അധികം ആയാൽ ഒട്ടിപ്പിടിക്കും കേട്ടോ ദോശ. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കണം. അത് നല്ലോണം മിക്സിയിൽ നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുന്ന പറഞ്ഞാൽ ഏകദേശം ഒരു മോരിൻ്റെയൊക്കെ പരുവത്തിലാണ് ഇത് വേണ്ടത്. അധികം കട്ടിയായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഫ്രൈങ് പാനിലാണെങ്കിൽ പിന്നെയും നമുക്ക് നേരെ ഇതാക്കാം. ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, തവയിലാണ്. അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ചേർക്കുന്നില്ല, ചിലപ്പോൾ പിടിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലോ. അപ്പം ഞാൻ വറുത്തരക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി നേരാക്കുന്നുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളി, 3-4 വെളുത്തുള്ളി, ഇത് കുറച്ച് കുരുമുളക്, ഒരു 10-15 അല്ലി കുരുമുളക്, പിന്നെ 2 വറ്റൽമുളക്, ഇതൊക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ തേങ്ങ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡി കണ്ടോ. ഇത് ഇനി ചീനിച്ചട്ടിയിലേക്ക് ഇടുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചീനിച്ചട്ടിയിലിട്ട് നല്ലോണം ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് തേങ്ങയിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങ മൂപ്പിക്കൽ കുറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും, ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ലോണം മൂപ്പിക്കണം തേങ്ങ മൂപ്പിച്ചിട്ട് നമുക്ക് പിന്നെ കുറച്ച് സമയം പിടിക്കും കേട്ടോ. നമുക്ക് ഒരു സ്പൂണ്, കുറച്ച് വണ്ണമുള്ള വലിയ സ്പൂണിൽ ടേബിൾ സ്പൂണിൽ ഒരു മല്ലി, പിന്നെ ഒരു 1.5 സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു ചെറിയൊരു പിഞ്ച് നമ്മുടെ മഞ്ഞളും ഇടുക കേട്ടോ. എന്നിട്ട് അതും കൂടി അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറൂലേ. അപ്പോൾ നമുക്ക് ഇനി ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്നതാണ്. കുക്കറിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഡോക്ടേഴ്സ് പറയുന്നില്ലേ, കുക്കറിലൊന്ന് വിസിലടിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കുക്കറിൽ ഞാൻ 1.5 തക്കാളി, ഒരു 2 ചെറിയ ഉള്ളിയാണ്. അതുകൊണ്ട് തന്നെ 2 ഉള്ളി എൻ്റെ ചെറുതാണ്, അതുകൊണ്ട് 2 ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയാണെങ്കിൽ ഒറ്റയൊന്നും മതി. പിന്നെ 2-3 ചെറിയ ഉള്ളിയും ഇട്ടിട്ട് നമ്മൾ പച്ചമുളകും ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കുക കേട്ടോ. കൈ കൊണ്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഒരു ലേശം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്കറിൽ ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. അധികം അടിക്കണ്ടേ. അപ്പം നമ്മൾ വറുത്ത് വെച്ച തേങ്ങ നമുക്ക് അരച്ച് റെഡിയാക്കാമല്ലോ. അപ്പോൾ തന്നെ അത് പേസ്റ്റ് രൂപത്തിൽ തന്നെ നല്ലോണം അരക്കണം കേട്ടോ. പിന്നെ പിന്നെ നമുക്ക് ലാസ്റ്റ് വറുത്തിടാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് വേണം കേട്ടോ. അതിന് വേണ്ടി അതും കൂടി നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ കുക്കറിൽ നിന്ന് ഒരു വിസിലടിച്ച് ഇതൊക്കെ പോയപ്പോൾ ഞാൻ ഇത് ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ചട്ടിയിൽ ഒന്ന് ചൂടായാൽ നമുക്ക് ഈ വറുത്തരച്ച് വെച്ചിട്ടുള്ള കൂട്ട് നമുക്കതിലേക്ക് ഒഴിച്ചിട്ട് ഒരു തുള്ളി വെള്ളം, അധികം വെള്ളം ഒഴിക്കരുത്. വെള്ളം കുറച്ച് കൊഴുപ്പിന് തന്നെയാണ്. ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം കേട്ടോ. ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ ചെയ്യുക. കല്ലുപ്പാകുമ്പം ഇതിനൊക്കെ കുറച്ച് ടേസ്റ്റ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നുന്നതാണോ എന്ന് അറിയില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ പിന്നെ ഫ്രൈ ഒക്കെ ചെയ്യുമ്പം പൊടിയുപ്പ് തന്നെയാണ് എടുക്കുക. അപ്പം നമുക്കിത് നല്ലോണം വറുത്ത് അതൊക്കെ ഫ്രൈ ചെയ്തു. 2 ഉള്ളിയും കുറച്ച് തേങ്ങ കൊത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ടേക്ക് കുട്ടി കേട്ടോ. ഇനി കറിയായേ. ഇനി നമുക്ക് ദോശ ചുടാം കേട്ടോ. ദോശ ചുടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ തവ തന്നെയാണ്. ഞാനധികം ഫ്രൈങ് പാന് യൂസ് ചെയ്ത് കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് പെട്ടെന്ന് കിട്ടും കേട്ടോ. അത് മറിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടോ ദോശ നല്ലോണം പൊളിഞ്ഞ് വരും നമുക്ക്. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും തവ വേറെ ഒരു യൂസിന് ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ അടുത്തുന്നവരേക്കും ബായ്.